ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ്. കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് കൂടെ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ട്യൂബേഴ്സിൻ്റെ ലോട്ടസിൻ്റെ പേരോ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കൂട്ടോ. DTDC കൊറിയർ വഴി മാത്രമാണ് കേട്ടോ നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത്. ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, DTDC നമുക്ക് കുറച്ച് ഡിലേ ആവുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ട്യൂബർ എത്തും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എന്താ പറയുക, ചില സമയത്ത് നെറ്റ് പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ വണ്ടി ഓടെത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് നമ്മുടെ ബ്രാഞ്ചിലുള്ള DTDCയിൽ കൊണ്ടു കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് അവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലരിങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, ഇത്രയും ഡിലേ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അയക്കുന്നത് മാത്രമാണ് അങ്ങനെയെന്നൊക്കെ പരാതി പറയുന്നുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് പാക്ക് കൊണ്ട് കൊടുത്താൽ പിന്നെ അവരാണ് കൺട്രോൾ ചെയ്യുക. പിന്നെ നമുക്ക് വൈകുമെന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ച് അവരെ കൂടുതൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്നാലും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ഓർഡർ തരാം. സേഫായിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ നമ്മൾ അയച്ച ട്യൂബർ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും നല്ല സേഫായിട്ട് തന്നെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ, പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ കാണിക്കാം. റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ തരുന്നതായിരിക്കും കേട്ടോ. ഗ്രോ ടിപ്സിന് ഡാമേജ് പറ്റി അല്ലെങ്കിൽ ട്യൂബർ പാടെ ചീഞ്ഞ് പോയിട്ടൊക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റോ റീഫണ്ട് തരുള്ളൂ. പിന്നെ നിങ്ങൾ DTDCയുടെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് തരുമ്പോൾ DTDC ഉള്ള സ്ഥലത്തെ പിൻകോഡിൽ അഡ്രസ്സായിരിക്കണം തരേണ്ടത് കേട്ടോ. ഇപ്പോഴും നമ്മൾ ചിലരുടെ DTDCയുടെ അഡ്രസ്സും വീട്ടിലെ അഡ്രസ്സിലെ പിൻകോഡും എല്ലാം സെയിം ആയിരിക്കും. ചിലരുടെ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്. പിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ഉറപ്പായിട്ടും വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് ട്യൂബേഴ്സ് അയക്കുന്നതെന്ന്, നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ ഒക്കെ പിക്കിട്ട് തരുന്നതായിരിക്കും. പിറ്റേ ദിവസം തുടങ്ങി കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് അയക്കുന്നത് നമ്മൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, മേടിക്കുന്നത് നിങ്ങൾക്കും കൂടി കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. POD നമ്പർ ആവശ്യമുള്ളവർ പറയാം കേട്ടോ. അതും കുറേ ഡിലേ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ചില സമയങ്ങളിൽ പിറ്റേ ദിവസമൊക്കെ ട്യൂബർ നിങ്ങളുടെ കയ്യിൽ കിട്ടും, പക്ഷേ അപ്പോഴും സ്ലിപ്പ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അയച്ചു തരാൻ വൈകുന്നത്. അപ്പോൾ ചോദിക്കുന്നവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ മെസ്സേജ് തന്നെ അവർക്ക് ഫോർവേഡ് ചെയ്താലാണ് അവരത് നടപടിയാക്കുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. നമുക്കിനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. അത് നോക്കിയേ, ഫ്ലോട്ടിംഗ് ലീഫിലാണ് ഒത്തിരി ബഡ് വന്നിരിക്കുന്നത്. കണ്ടോ, ഒത്തിരി ബഡുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മൾ ട്യൂബേഴ്സ് എടുത്തതിന് ശേഷം വെക്കുന്ന റണ്ണറുകളാണ് അതിൽ നിന്ന്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ലീഫിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ആരോഗ്യമില്ലാത്ത മുട്ടുകൾ വരുമ്പോൾ കട്ട് ചെയ്ത് കളയാം, എന്നാലാണ് ആരോഗ്യമുള്ള മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കട്ട് ചെയ്യാൻ തോന്നാറില്ല കേട്ടോ. അങ്ങനെ പറയുന്നു, നല്ല ആരോഗ്യമുള്ള ചെടിയിലല്ലേ ആരോഗ്യമുള്ള പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പം ഹെൽത്തി അല്ലാത്ത മുട്ടുകൾ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മടിയില്ലാത്തവർ കട്ട് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ട്യൂബറല്ല കേട്ടോ, ഇത് പിങ്ക്ലോഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ്. ഈ ഒരു ട്യൂബറിന് 130 രൂപയുള്ളൂ കേട്ടോ. പിങ്ക്ലോഡൊക്കെ അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്, പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 130 രൂപയാണ് ഈ ഒരു ട്യൂബറുള്ളൂ കേട്ടോ. ഇത് കർണ എന്ന് പറയുന്നൊരു വെറൈറ്റിയുടെ ട്യൂബറാണ്. അപ്പോൾ കർണയുടെ ഇന്ന് ട്യൂബറും നമുക്കിപ്പോൾ കിട്ടാനില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. പണ്ടത്തെ കർണേനും പിങ്ക്ലൗഡിനെയും വൈറ്റ് പിയോണിനെയും വെട്ടിക്കാൻ പറ്റുന്ന ലോട്ടസ് ഒന്നും ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും വലിപ്പവും അത്രയും ഭംഗിയുള്ള പൂക്കളാണ് കർണയുടെ കേട്ടോ. ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും വാങ്ങി വയ്ക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് കർണ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിന് 200 രൂപയാണ് കേട്ടോ. ഒരേ ഒരു ട്യൂബറുള്ളൂ. നല്ല വെറൈറ്റി ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ജാപ്പനീസ് ഓറഞ്ചിൻ്റെ ഒരു ട്യൂബറുണ്ട്. അപ്പോൾ അതാ 3 ഗ്രോ ടിപ്സൊക്കെയുള്ള ഈ ഒരു ട്യൂബറിന് 200 രൂപയാണ് കേട്ടോ. ഒരു റയറായിട്ടുള്ളൊരു കളറാണ്, നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ജാപ്പനീസ് ഓറഞ്ച്. ഇതിൻ്റെ ഒരേ ഒരു ട്യൂബറുള്ള 200 രൂപയാണ്. അടുത്ത ട്യൂബർ പിങ്ക് മിസ്റ്റിൻ്റെ ട്യൂബറാണ്. പിങ്ക് മിസ്റ്റിൻ്റെ ഈ ഒരു ട്യൂബർ 180 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു ട്യൂബർ 230 രൂപയ്ക്കാണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ പിങ്ക് മിസ്റ്റ്. 230. ഇതാണെങ്കിൽ 100, ഇത് 150.
ഇതാണെങ്കിൽ 100, ഇത് 130 കേട്ടോ, ഇത് 130. അങ്ങനെ ഇത്രയും ട്യൂബറുകളാണ്. പിങ്ക് മിസ്റ്റ് അടിപൊളി വെറൈറ്റിയാണ്. ഒരു സമയത്ത് നല്ല റേറ്റ് ഉണ്ടായ വെറൈറ്റിയാണ് കേട്ടോ ഈ പിങ്ക് മിസ്റ്റൊക്കെ. അപ്പോൾ വേണ്ടവർ വാങ്ങിക്കാം. ഇത് പിങ്ക് ജൂപ്പിറ്റർ, പിങ്ക് വെച്ചിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിങ്ക് ക്ലൗഡ് ഉണ്ട്, പിങ്ക് ജൂപ്പിറ്റർ ഉണ്ട്, പിങ്ക് മിസ്റ്റ് ഉണ്ട്, പിങ്ക് മാരിഗോൾഡ് ഉണ്ട്. അപ്പോൾ ഇന്ന് പിങ്കിൻ്റെ ഒരു മയം തന്നെയാണ്. എന്നാലും പേര് പിങ്ക് എന്ന് വെച്ചാലും എല്ലാത്തിൻ്റെ ഫ്ലവറിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഈ ഒരു ട്യൂബറിന് 130 രൂപയാണ്. ഇതിൻ്റെ ചെറിയൊരു ഭാഗം കട്ടായിട്ടുണ്ട്. 130 രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. ഈ ഒരു ട്യൂബർ 100 രൂപ. ഇതിന് 150 രൂപ കേട്ടോ. 3 ഗ്രോ ടിപ്സ് ഉണ്ട്, 150 രൂപ. ഇതിന് 50 രൂപ. 1 ഗ്രോ ടിപ്സ് ഉള്ളൂ കേട്ടോ, 50 രൂപ. ഇതിനാണെങ്കിൽ 130 രൂപ. ഇതും 100 രൂപ കേട്ടോ. 2 ഗ്രോ ടിപ്സ് ഉണ്ട്, 100 രൂപ. ഇത്രയും ട്യൂബറാണ് പിങ്ക് ജൂപ്പിറ്ററാണ് കേട്ടോ. പിങ്ക് ജൂപ്പിറ്ററിൻ്റെ കൊടുക്കാനുള്ളത്. ഫ്ലവർ ഉണ്ടാകുന്ന ക്യാമിലയുടെ ട്യൂബറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നല്ല വലിപ്പത്തിലും നല്ല ഹൈറ്റിലും നല്ല മുത്തുകളൊക്കെ പോലെയൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം. അത്രയും നല്ല അടിപൊളി വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബർ 200 രൂപയ്ക്കും ഈ ഒരു ട്യൂബർ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അത്രയും അടിപൊളി വെറൈറ്റിയാണ് ക്യാമില. അമോർജിയാണ്. അമോർജിയുടെ ഈ ഒരു ട്യൂബർ 100 രൂപ അല്ല 50 രൂപ കേട്ടോ. ഇത് പൊട്ടിപ്പോയതാണ്. ഈ ഒരു ട്യൂബർ 50 രൂപ. ഇതും 50 രൂപ. 1 ഗ്രോ ടിപ്സ് ഉള്ളൂ കേട്ടോ. ഇതും 50 രൂപ. ഇതൊക്കെ വെള്ളത്തിലിട്ട് റൂട്ട് വന്നതിന് ശേഷം മാത്രമേ നടാൻ പാടുള്ളൂ. കണ്ട ഗ്രോ ടിപ്സ് ഉണ്ട്. 50 രൂപയ്ക്കാണ്. 50 രൂപയുടെ ട്യൂബറാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇതും 50 രൂപ. ഇത് ഒരെണ്ണം മാത്രമാണ് 100 രൂപയ്ക്കുള്ളത് കേട്ടോ. അമോർജിയാണ്. 2 ഗ്രോ ടിപ്സ്, 3 ഗ്രോ ടിപ്സ് ഉണ്ട്. ഇത് ഇവിടുത്തെ കറുപ്പപ്പോളം നീക്കി കഴിഞ്ഞാൽ ഇതിനും ഗ്രോ ടിപ്സ് ഉണ്ട്. അപ്പോൾ ഇത് 130 കേട്ടോ, 100 അല്ല 130. ബാക്കി ഇതൊക്കെ 50 ട്യൂബറാണ്. 50 ട്യൂബർ എന്ന് പറയുമ്പോൾ 1 ഗ്രോ ടിപ്സൊക്കെ ഉണ്ടാവുള്ളൂ. കണ്ടോ, 91 ഗ്രോ ടിപ്സ് ഉണ്ടാവുള്ളൂ. അത് വെള്ളത്തിലിട്ട് വേര് വന്നതിന് ശേഷം നടാം കേട്ടോ. അമോർജിയ ഒരു ലൈറ്റ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ബുദ്ധ സൗണ്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബറാണ്. അതിൻ്റെ ഇത്രയും വലിയൊരു ട്യൂബർ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ലോട്ടസ് തുടക്കക്കാരാണ്, അല്ല വെച്ച് പിടിപ്പിക്കാൻ പേടിയാണെന്നുള്ളവർക്കൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബർ ഇത്ര റേറ്റ് കുറവിനൊക്കെ വാങ്ങി വയ്ക്കുക. 150 രൂപയ്ക്കാണ്. അപ്പോൾ 2 ഭാഗമായിട്ട് വെക്കാൻ പറ്റുന്ന ട്യൂബറാണ്. 150 രൂപ. ഇതും 150 രൂപ കേട്ടോ. പിന്നെ ഇതൊരെണ്ണം 50 രൂപ കേട്ടോ. 2 എണ്ണം 150, ഒരെണ്ണം 50. ബുദ്ധ സൗണ്ടാണ്. 7 വൈറ്റ് കളറിൽ നല്ല ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. AW7 വൈറ്റ്. അതിൻ്റെ ഈ ഒരു ട്യൂബർ 100 രൂപ. ഇത് 100 കേട്ടോ. AW7 വൈറ്റിൻ്റെ 2 ട്യൂബറുണ്ട്. 100ൻ്റെയാണ് കേട്ടോ. 100 രൂപയുടെ 2 ട്യൂബർ. 100ൻ്റെ 2 അല്ല, 100 വെച്ചിട്ട് 2 ട്യൂബർ കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണത്തിന് 100, ഇതൊരെണ്ണത്തിന് 100. ചിലർക്ക് ഞാൻ പറയുമ്പോഴേ 2 എണ്ണമാണ് 100 എന്ന് വിചാരിക്കേ. നല്ലൊരു ബൗൾ വെറൈറ്റിയായ നന്ദയുടെ ട്യൂബറാണ്. നന്ദ ഒരു ബൗൾ വെറൈറ്റിയാണ് കേട്ടോ. നല്ല കുഞ്ഞൻ പൂവ്, ഡബിൾ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അതിന് ഈ ഒരു ട്യൂബർ 100 രൂപ. ഇതാണെങ്കിൽ 50 രൂപ. ഇതാണെങ്കിലും 50 രൂപ. 50ൻ്റെ ഒത്തിരി ട്യൂബർ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഇതാണെങ്കിൽ 130 രൂപ. ഇതിൻ്റെ തണ്ട് ഭാഗമാണ് കേട്ടോ ഒടിഞ്ഞു പോയിക്കണേ. ഗ്രോ ടിപ്സിനൊന്നും ഒരു കുഴപ്പമില്ല. 150 രൂപ. ഇതാണെങ്കിൽ 100 രൂപ. ഇതാണെങ്കിൽ 50 രൂപ. ഇതാണെങ്കിലും 50 കേട്ടോ. അപ്പോൾ 50, 100 ആ ഒരു റേറ്റിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ഇത്തിരി റേറ്റ് വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ 50, 100, 150 ആ ഒരു റേറ്റിലാണ് നന്ദ എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സ്. ഒരു 5-6 പേർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് പിങ്ക് മാരിഗോൾഡ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിങ്ക് മാരിഗോൾഡിൻ്റെ ഈ ഒരു ട്യൂബർ 100 രൂപയ്ക്ക്. ഈ ഒരു ട്യൂബർ 150 രൂപയ്ക്ക്. ഈ ഒരു ട്യൂബർ 180 രൂപയ്ക്ക് കേട്ടോ. 180 ട്യൂബർ നോക്കി 3 ഗ്രോ ടിപ്സ്, 4 ഗ്രോ ടിപ്സൊക്കെ ഉണ്ട്. അപ്പം 180, 150, 100 പിങ്ക് മാരിഗോൾഡ് 3 ട്യൂബർ കൊടുക്കാനുണ്ട്. ഇത് സൂപ്പർ പിങ്കിൻ്റെ ഈ ഒരു ട്യൂബർ, ഇത് ബാലൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. ഈ ഒരു ട്യൂബർ 130 രൂപ കേട്ടോ. 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 130 രൂപ. പിന്നെ റെഡ് കമാൻഡറിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട്. ഇതും 130 രൂപ.
കാരണം 3 ഗ്രോ ടിപ്സൊക്കെ ഉണ്ട്. റെഡ് കളറിലെ ഫ്ലവറാണ്, 130 രൂപ. സൂപ്പർ ലോട്ടസിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട്, 130 രൂപ. തേജസ്വിയുടെ ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കാനുണ്ട്, 150 രൂപ. കണ്ട വലിയ 3 ഗ്രോ ടിപ്സൊക്കെ ഉള്ള വലിയ ട്യൂബറാണ്, 150 രൂപ. സാൻഡലയുടെ ഈ ഒരു ബഡൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ട്യൂബറാണ്, 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സാൻഡല നല്ല അടിപൊളി വെറൈറ്റിയാണ്. സാൻഡല 200 180. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്, 180 രൂപ കേട്ടോ. പിന്നെ വാനില കച്ചപ്പിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാറുണ്ട്. ചെറിയൊരു ട്യൂബർ ആയതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. വെള്ളത്തിലിട്ട് റൂട്ട് വന്നതിന് ശേഷം നടാം. അപ്പോൾ ഇത് ഓഫർ പ്രൈസിലായിരിക്കും കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഈ സാൻഡലയുടെ ട്യൂബറും ഈ ഒരു ട്യൂബറും മുട്ട വന്ന ട്യൂബറാണ്. സാൻഡലയുടെ ഈ ഒരു ട്യൂബറും വാനില കച്ചപ്പിൻ്റെ ഈ ഒരു ട്യൂബറും കൂടി നമ്മളൊരു ഓഫർ പ്രൈസിൽ കോംബോ ആയിട്ടും കൊടുക്കും കേട്ടോ. ഈ 2 ട്യൂബറും കൂടി, സാൻഡലയുടെ ഈ ഒരു ട്യൂബറും വാനില കച്ചപ്പിൻ്റെ ഈ ഒരു ട്യൂബറും കൂടി നമ്മൾ കോംബോ ആയിട്ടും കൊടുക്കും. വേണ്ടവർ പറയാം കേട്ടോ. 4 ട്യൂബറും നമ്മൾ കോംബോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. റെഡ് കമാൻഡർ കണ്ടല്ലോ, റെഡ് കമാൻഡറിൻ്റെ ഈ ഒരു ട്യൂബർ, തേജസ്വിയുടെ ഈ ഒരു ട്യൂബർ കണ്ടോ, എല്ലാം വ്യക്തമായിട്ട് കണ്ട്. സൂപ്പർ ലോട്ടസിൻ്റെ ഈ ഒരു ട്യൂബർ, സൂപ്പർ പിങ്കിൻ്റെ ഈ ഒരു ട്യൂബർ, ഈ 4 ട്യൂബർ കണ്ടില്ലേ. അപ്പോൾ ഇത് കോംബോ ആയിട്ട് വേണമെന്നുള്ളവർ അങ്ങനെ തരാം കേട്ടോ. ഓരോന്നുള്ളൂ, അതുകൊണ്ടാണ്. ഒറ്റയ്ക്കാകുമ്പം 130 വെച്ചിട്ട് ആണ് ഇതിന് 150. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ റേറ്റ് ഉണ്ടാവും. ഇങ്ങനെ കോംബോ ആയിട്ടാണെങ്കിൽ നമ്മൾ കോംബോ ആയിട്ടും തരാം കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി, റേറ്റും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇന്നത്തെ എന്താ പറയുക, ഇന്ന് കൊറിയർ അയക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു എന്താ പറയുക മൊസൈക്ക് പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഫ്രീ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പോട്ട് നമ്മൾ കർണയുടെ പിങ്ക് ക്ലൗഡിൻ്റെ പോട്ടായിരുന്നു കേട്ടോ. ഈ ചെടീനെ തന്നെ നശിപ്പിച്ചു കണ്ടോ. ഇത് ഒറ്റയ്ക്ക് നടേണ്ടതായിരുന്നു, എങ്ങനെയോ ഒരു കഷ്ണം ഇതിൽ പെട്ടുപോയതാണ്. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാം, വെറുതെ കളയാൻ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ചെടിയല്ലേ, ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെടിയുടെ നാം പോലും കളയാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് അയക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിരിക്കും കേട്ടോ. ഈ പാത്രത്തിൽ നിന്ന് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് അയക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ കട്ടിങ്സ് ഫ്രീ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അസോളയും ഉണ്ട്. കാരണം എന്ത് കാര്യമായാലും അധികമായാലും അമൃതം വിഷെന്ന് പറഞ്ഞ പോലെ എന്ത് ഇതായാലും അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള ചെടികൾക്കും ദോഷം ചെയ്യും. അപ്പോൾ വെറുതെ കളയാൻ തോന്നാത്തതുകൊണ്ട് ഇതും അതുപോലെ തന്നെ മറ്റേ മൊസൈക്ക് പ്ലാന്റ് ഫ്രീ ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച വെറൈറ്റീസുകളൊക്കെ എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് റെഡി ക്യാഷ് അടയ്ക്കാൻ റെഡി ആവുന്നവർ മാത്രം ഓർഡർ തരാം. പിന്നീടത്തേക്ക് നമ്മൾ ട്യൂബേഴ്സ് ഒന്നും മാറ്റി വയ്ക്കില്ല കേട്ടോ. ചിലർ പറയും നാളെ അയക്കാം, രാത്രി അയക്കാം എന്നൊക്കെ പറയും. അവരുടെ പൊടി പോലും കാണില്ല. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ വീഡിയോയിലും നമ്മളിങ്ങനെ പറയും. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ പൈസ ഇടാമെന്ന് പറഞ്ഞ പോയ ആൾ ഇന്ന് ഈ നിമിഷം വരെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ആ ഭാഗത്തേക്ക് ഉണ്ടോയെന്ന് പോലും ചോദിച്ചിട്ടില്ല. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ട്യൂബർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ എന്താ ഉണ്ടാവുക. നമുക്ക് ചോദിക്കണവർക്ക് കൊടുക്കാനുണ്ടാവില്ല, നമ്മുടെ ഒരു ഓർഡർ നഷ്ടപ്പെടുകയും ചെയ്യും. ആ ട്യൂബർ പിന്നീടത്തെ സെയിലിന് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ഓർഡർ തന്ന് നമ്മൾ വീഡിയോയിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ട്യൂബറിൻ്റെ പിക്കും റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഫ്ലവർ പിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ തരുന്നവർക്ക് ക്യാഷ് അടയ്ക്കുന്നവർക്ക് മാത്രമേ ട്യൂബർ മാറ്റി വയ്ക്കുള്ളൂ. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേറൊരു ദിവസം കാണാം കേട്ടോ.